ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ നാട്ടിലേക്ക് വന്ന് സ്കൂൾ വിട്ടിയ സമയത്ത് അപ്പോൾ വീട്ടിലെ ഓരോരോ പണികളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയം കിട്ടില്ല. അപ്പോൾ ഷോർട്സൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, വീഡിയോ ഒന്നും ഇടാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ തൽക്കാലം ഒന്ന് ചെറിയൊരു വീഡിയോ ഇട്ടാൽ വീഡിയോ അല്ല, ഞങ്ങളൊരു പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതെ, അപ്പോൾ അത് കുറച്ച് ഇഞ്ചി എടുത്തിട്ട് നന്നാക്കുക. ഞങ്ങൾ പുളിയിഞ്ചി എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇഞ്ചിയും പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ വഴറ്റി അങ്ങനെയല്ലേ ഉണ്ടാക്കല്ലേ. ഞങ്ങളങ്ങനെ കേട്ടോ. ഇപ്പോൾ തോന ഇഞ്ചി ഉണ്ടായിരുന്നു, പ്രാവശ്യം കുറച്ച് വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പോൾ നല്ലോണം ഉണ്ടായപ്പോൾ അപ്പനൊരു ഇഷ്ടം, ആഗ്രഹം, ഒരു ഇത്തിരി പുളിയിഞ്ചി ഉണ്ടാക്കി തരുമോന്ന്. അപ്പോൾ സാധാരണ എല്ലാവരും പച്ചമുളക് അവിടെ ഉണ്ട്, എല്ലാവരും എണ്ണയിലൊക്കെയാന്ന് തോന്നുന്നുണ്ട് വഴറ്റുന്നത്. ഞാൻ എണ്ണയിലൊന്നുമില്ല കേട്ടോ, കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ വഴറ്റാം. അതാണ് പച്ചമുളക്, ഒന്നും ആർക്കും അറിയില്ല. അതാണ് പച്ചമുളക്. എടുത്തിട്ടുണ്ട്, എന്നിട്ട് എല്ലാം ഇതിലോട്ട് ഇടുക. എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണണേ. ഭയങ്കര ചൂടാട്ടോ. ചൂടെന്ന് വെച്ചാൽ ചൂടാ. പിന്നെ ഇതിങ്ങനെ മേലൊക്കെ ഇപ്പോൾ ചൂടൂര് പൊന്തുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ 2 നേരമൊക്കെയാണ് കുളി. 2 നേരമല്ല 3 നേരം. രാവിലെ ഒരു കുളി കുളിക്കും, വൈകുന്നേരം ഒന്ന് കുളിക്കും, കിടക്കാൻ നേരത്തൊന്ന് മേല് കഴുകും. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ചൂട് പൊന്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. നമ്മൾ ചൊറിഞ്ഞു വരുമോ, നീ എന്താ കോഷ്ടി അപ്പം എല്ലാവർക്കും സ്കൂളൊക്കെ പോയിട്ട് അങ്ങനെ ഞാൻ കഴുകിയിട്ട് കറിവേപ്പിലയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടേ. ഇഞ്ചി പച്ചമുളക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. എരിവ് കുറച്ചൊക്കെ വേണ്ടേ പുളിയിഞ്ചിക്ക്, പുളിയും എരിവൊക്കെ വേണ്ട. പൊത്തിരിയട്ടെ. ഞാൻ കൈ വിരലിന് ഓറ ഇടലൊന്നുമില്ല കേട്ടോ. വിരലോറയൊന്നും ഞാൻ ഇടലില്ല. ഉണ്ട്, അതിനൊന്നും എടുത്തിടാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. എനിക്ക് വേഗം അങ്ങനെ കഴിയും. അതൊന്ന് വന്നിട്ടായിരുന്നു നോക്കി എടുത്ത് പരിപാടിയൊന്നുമില്ല. സൗന്ദര്യം നോക്കുന്ന പരിപാടിയൊന്നും കുറച്ച് കുറവാണ്. അങ്ങനെയല്ലേ കൊത്തിരിയല്ലേ. ഞങ്ങളിങ്ങനെ ചെറുതാക്കിയിട്ടോ. ചിലതൊക്കെ കുറച്ച് വലിയൊരു കഷ്ണമായിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ കടിക്കും. നല്ല എനിക്കിതാ സൗകര്യം, ഞാനിങ്ങനെ ഇടും. ഞാനാട്ടാ കാണിച്ചു തന്നത്. ഇങ്ങനെ ഉണ്ട്, ഒരു പാട്ട് വരട്ടെ. പാടിക്കോ. ഏത് പാട്? ഏതെങ്കിലും പാടിക്കോ. മിന്നിങ്ങും മിന്നുങ്ങേ മിന്നി തിളങ്ങുന്ന താരേ, വരുമോ ചാരേ നിന്നച്ഛൻ, മിന്നുങ്ങും മിന്നുങ്ങേ മിന്നി തിളങ്ങുന്ന താരേ, വരുമോ ചാരേ നിന്നച്ഛൻ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ചെറിയൊരു പണിയുണ്ട് കേട്ടോ. പണിക്കാരുണ്ട്. അത് മുറ്റമൊക്കെ ഒന്ന് ലെവലാക്കുക. മുറ്റം ലെവലാക്കിയിട്ട് കല്ല് പാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ മണ്ണ് കൊണ്ടിട്ടതൊക്കെ ആയിരുന്നു, ഉയർത്തിയതായിരുന്നു. അപ്പോൾ അതൊന്ന് ലെവലാക്കുന്നുണ്ട്. ഇതൊക്കെ മറ്റും മോളെ. ഇപ്പോൾ 2 ആളുകളുണ്ട്, അവർ അവിടെ കൊത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ ഭക്ഷണമൊന്നും വേണ്ട, ചായ മതി. ചായയൊക്കെ കൊടുത്തു. അവർ തിരക്കൊക്കെ കഴിഞ്ഞു, ചോറും കറിയൊക്കെ ആയി. അപ്പോൾ പിന്നെ കുറച്ച് സമയമുള്ളതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ആവുകയാണെങ്കിൽ ആക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ ബാക്കിലൊക്കെ ഉണ്ട് വിറകൊക്കെ. നമ്മളിവിടെയാണ് സൗകര്യത്തിനൊക്കെ എടുക്കാൻ. ഒന്നും അത്ര വൃത്തിയാക്കിയിട്ടൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ വന്നിട്ടേ ഉള്ളൂ.
എന്തെങ്കിലും അവിടെ ഒരാൾ വേറെ എന്തോ ഒരു പണിയില്ല. അപ്പൂന് പിന്നെ അകത്തിരിക്കുന്ന പണിയില്ല. പപ്പൂസേട്ടൻ പുറത്ത് തന്നെയാട്ടെ എപ്പോഴും കാര്യം. ഈ ഓല വെട്ടും പിന്നെ ഓരോ കാര്യങ്ങളിലൊക്കെ പോകും. ഓല വെട്ടി വെറുതെ മട്ടല് വെട്ടിയിടുന്നു. പിന്നെ ഓലയൊക്കെ വീണെടുക്കുന്നതൊക്കെ പെറുക്കി ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ തെങ്ങൊക്കെ തുറക്കുന്ന സമയത്ത് അതിനിടാൻ വേണ്ടിയിട്ട്. പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞില്ല കേട്ടോ. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. കുറച്ച് എരിവൊക്കെ വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എനിക്കെരിവ് പേടിയാണ്. പൊട്ടുന്നാക്കി തിന്നാൻ കൈ എരിയപ്പോണ്ട്. ഇത് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, ഇത് കുറച്ച് കറിവേപ്പില. ഒരു പാട്ടം കൂടെ പറഞ്ഞോ. ഒരു മിനിറ്റ്, അതൊക്കെ അവിടെ തന്നെ മതി. ഇതിൽ ഇച്ചിരി വെള്ളം ഉണ്ട് കേട്ടോ. കിച്ചണിലോട്ട് പോവാം നമുക്ക്. കിച്ചണിലോട്ട് പോയിട്ട് ഇവിടെയാണ് അടുപ്പിലോട്ടാണ് ഇനി അടുത്ത് നമ്മൾ പോകുന്നത്. ഞങ്ങൾ അടുപ്പ് പാചകമൊക്കെ കഴിഞ്ഞുകൊണ്ട് തീയൊക്കെ കിട്ടും. നോക്കട്ടെ, കടലാസ് വെച്ചിട്ട് ഊതി തുടങ്ങണം. അടക്കയിലാണ് ഇത്. എന്താ ഓർമ്മ വിട്ട് പിടിക്കും ചട്ടിയൊക്കെ കേട്ടോ. സ്ഥിരമായിട്ടൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചെവിയല്ല കയ്യാ എന്തായാലും ഇവിടെ കൈ ഉണ്ട്, ഇവിടെ കൈ ഇല്ല. നമുക്ക് ഇത് പൊടിക്കാനുള്ള നേരത്തെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉലുവയും വെളിച്ചെണ്ണ വെച്ച് എടുക്കാൻ സൗകര്യത്തിനാട്ടോ ഞങ്ങളിതിൽ വെച്ച് വെച്ചത്. കുറച്ച് വെച്ചിട്ട് കടുകും ഇട്ടാം. ഞാനിപ്പോൾ തന്നെ കടുകൊക്കെ വറവിടും കേട്ടോ. ചിലരിത് കഴിഞ്ഞിട്ടൊക്കെയാണ് വറവിടുന്നത്. ഞാൻ മൊത്തം തന്നെ വറവും. ഇത് വേണ്ട, മുളക് ഇടാം. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചത് എല്ലാം കൂടെ എടുത്തിട്ട് അങ്ങോട്ട് ഉപ്പിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ചൂടാ ഇവിടെ അടുപ്പും അതിൻ്റെ ചൂടും. ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് വേവട്ടെ. ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം കേട്ടോ പാകത്തിന്. ആ അരിയും ഉലുവയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. ഉലുവ വറുത്തതും അരി വറുത്തതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൊടിയാക്കി. ഏതാണ്ട് കുറേ സമയമായിട്ടോ അതിങ്ങനെ കുറുകി വന്നിട്ടുണ്ടേ.
അപ്പോൾ ഒന്ന് കത്തിക്കട്ടെ. ശർക്കര ഇട്ട് കൊടുക്കുക. അതൊരു ആണി ബെല്ലാണ് കേട്ടോ, അത് ഞാൻ 2 പീസാക്കിയതാണ്. അതിട്ട് നോക്കാം. മോനൊക്കെ കുറച്ച് മധുരം ഇഷ്ടമാണ്, അതുകൊണ്ട് കൂടിപ്പോയാലും എനിക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കട്ടെ. അവസാനം നമ്മളെടുത്ത് വെച്ച ഈ അരിപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിൽ വെച്ച് നോക്കും രുചി, എന്നിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് വെക്കും. അതുകൊണ്ട് എത്രയാണ് അളവെന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. നല്ല സൂപ്പറായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കുറുകി റെഡി. അപ്പം ഞങ്ങൾ ചോറ് തന്നെ ആയിക്കോട്ടെ. ഞാൻ പിന്നെ ഇങ്ങനെ രുചിച്ച് നോക്കും. സൂപ്പറാണ്, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് സൂപ്പറാണ്. അല്ല കേട്ടോ, കുഴപ്പമില്ല. എരിവുണ്ട്, ഉപ്പുണ്ട്, പുളിയുണ്ട്. അപ്പോൾ പിന്നെ സെറ്റ്. ഇനി ഞങ്ങൾ ചോറ് തിന്നട്ടെ. ബായ്. എല്ലാവരും വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.